നമ്മുടെ വിന്നറിനെ ലൈക് ഡിസൈഡ് ചെയ്യുന്നത് PR ആണെന്ന് നമ്മളിപ്പോ ഒരുപാട് കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരു സീസണിലാണെങ്കിൽ വിന്നർ ഒട്ടും അർഹതപ്പെടാത്ത വിന്നറാണ്. കാരണം അത് ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിലാണ് ഇവൻ ജയിച്ചത് PR കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് കാണുന്നുണ്ട്. അതിനോട് നോറ ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് PR കൊണ്ടാണ് ജയിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ദിൽഷ PR ചെയ്തിട്ടുണ്ടെന്ന്. ദിൽഷ PR ചെയ്തിട്ടില്ലല്ലോ. അതൊരു ലക്ക് ഫാക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആര് ജയിക്കണം ജയിക്കണ്ട എന്നുള്ള കാര്യം ലക്ക് ഫാക്ടർ. ഈവൻ ഈ കണ്ടസ്റ്റന്റിൽ പല ആളുകളും പെട്ടെന്ന് സിക്ക് ആയിട്ടൊക്കെ പോകുന്ന ആളുകളില്ലേ. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് PR ഓർ ഇറ്റ്സ് നോട്ട് അബൌട്ട് സിറ്റുവേഷൻസ്. ഒരു ലക്ക് ഫാക്ടറിൽ ജയിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ആരാണ് അവരെ പിടിച്ചു നിന്ന് ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും മാനിപ്പുലേറ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ വിന്നേഴ്സും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ആലോചിച്ചൊക്കെ ചിന്തിച്ചു നോക്കട്ടെ. എല്ലാ വിന്നേഴ്സിനും ആലോചിച്ചൊക്കെ. എത്രമാത്രം നമുക്ക് നമ്മളെ തന്നെ മാറ്റി മാറ്റി പറയാൻ പറ്റുന്നു അത്രയും ആലോചിച്ചോക്ക്. എല്ലാ വിന്നേഴ്സിനും ആലോചിച്ചോക്ക്. അവരെല്ലാ സ്റ്റേറ്റ്മെന്റ് ഓരോന്നും മാറ്റി പറഞ്ഞ ആളുകളായിരിക്കും. ഈ ലവ് സ്ട്രാറ്റജി ഒന്നും ഈ സീസണിൽ കാണുന്നില്ല. കിട്ടാങ്ങിട്ടായിരിക്കുന്നു. അയ്യോ, ഇനി വരാൻ ചാൻസ് ഉണ്ടോ? എന്താണ് നോറയുടെ ഒരു ടേക്ക് അതിനകത്ത്? ആര്യൻ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ വേറൊരു വൈൽഡ് കാർഡ് വന്നെങ്കിൽ എന്തായാലും നടക്കിയിരിക്കും. അതല്ല ഉള്ള കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഒന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ആരവിടെ ഇറക്കുന്ന. ഇനി അതല്ലെങ്കിൽ ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് അതിലൂടെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ലവ് സ്ട്രാറ്റജി, അത് അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. അവര് ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള കപ്പിൾസ്. അപ്പൊ പിന്നെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ആസ് പെർ നൗ. പിന്നെ ആര്യനാണെങ്കിലും ലാലേട്ടനോട് പറഞ്ഞത് അവൻ സിംഗിൾ ആയി കളിക്കും പറഞ്ഞിട്ടാണ് കേറിയത്. ഈ ആര്യന് ഫിസിക്കലി അദ്ദേഹം ഏബിൾ ആണ് എല്ലാ ടാസ്കും ചെയ്യാൻ വേണ്ടിട്ട്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഇപ്പൊ പല ഡിബേറ്റ്സിലൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ വളരെ മാന്യനായിട്ടാണ് പുള്ളി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ. ഇപ്പൊ ഫിസിക്കൽ എബിലിറ്റിയുടെ അപ്പുറത്ത് ഗെയിമിംഗ് ടാലൻസ് പുള്ളിക്ക് കുറച്ച് ലാക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ബിഗ് ബോസിൽ ആര് ദ ബെസ്റ്റ് ആയിട്ട് നിലപാട് സംസാരിക്കുന്നുണ്ട് അത് ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോവുക. അതിപ്പം ഫിസിക്കൽ ടാസ്ക് വേണ്ടെന്നല്ല പറയാം, ഫിസിക്കൽ ടാസ്കും ഒരു ഘടകം തന്നെയാണ്. ബട്ട് ആരാണോ കൂടുതൽ അവിടെ ശബ്ദം ഉയർത്തുന്നത് ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ. അപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ ഓപ്പൺ ചെയ്ത് രേണുസുദിന്റെ വീഡിയോ ആണോ ആര്യന്റെ വീഡിയോ ആണോ കൂടുതൽ കാണുന്നത്? അതെന്തുകൊണ്ടാ? PR മാറ്റി വെച്ചാൽ പോലും എല്ലാതും തന്നെ നോക്കി നോക്ക്. ഇപ്പൊ ഡിസ്കസ് ആണ് അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം ആര്യന്റെ കമന്റ് ബോക്സ് നോക്കുക, രേണുസുദിന്റെ കമന്റ് ബോക്സ്, ഏത് എൻഗേജ്മെന്റും കൂടുതലും ഡിസ്കഷൻ കൂടുതൽ എവിടാ വരുന്നത്? അവിടെ സൗണ്ട് ഉയർത്തിയോണ്ടാണ്. അപ്പൊ ആര് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ ദാറ്റ് മാറ്റേഴ്സ് ദർ. ഈ വീക്കില് എവിക്ഷനിൽ ആര് പോവാനാണ് ചാൻസ് എന്നാണ് നോർക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്ന ആളാണ്. നവീനും ഡേഞ്ചർ സോൺ ആയിരുന്നു, പക്ഷെ ആള് എന്റർടൈനിങ് ആയോണ്ട് ആളുകൾ ഇനി ഈ ശൈത്യയുടെ ഒരു പ്ലാനും അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജിയും അവരുടെ ഇത്ര വരെയുള്ള പെർഫോമൻസ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാല് അവര് ഇതിന് മുമ്പത്തെ റിയാലിറ്റി ഷോയിലുള്ളമാര് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഐ വാസ് എക്സ്പെക്ടിങ് ഒന്നും നടക്കുന്നില്ല. ചിലപ്പം ഇനി സിറ്റുവേഷൻസ് ഹാപ്പൻ ചെയ്യാത്തോണ്ടാണോ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫസ്റ്റ് എവിക്ഷൻ കഴിഞ്ഞ ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുമായിരിക്കും. ഇപ്പൊ തന്നെ ഞങ്ങളെ സീസണിലാണെങ്കിലും ഫസ്റ്റ് വീക്ക് നമ്മളെ രതീശ്വര ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആള് പോയ ശേഷമാണ് പിന്നെയും എന്തുണ്ടായത്, അടുത്തൊരു കണ്ടസ്റ്റന്റിലേക്കും ടോപ്പിക്കിലേക്കും വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ശേഷം ലാലേട്ടൻ ഒരാളെ എവിക്ട് ചെയ്ത ശേഷം മേ ബി ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവാം. ഇൻ ടൈം ഉണ്ടല്ലോ, 3 മാസം കിടക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ഈ വിക്ടിം കാർഡൊക്കെ ഇറക്കി പെർഫോം ചെയ്ത് വിജയിച്ച ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ഓൺ സ്റ്റോറി ഒക്കെ പറഞ്ഞതിന് ശേഷം അതിനെടുത്ത് മാർക്കറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ്, അതായത് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങളെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചോ ഒരാൾക്ക് അതിനെ പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സ്പോക്ക് പേഴ്സൺ പോലെ ഒരാളായിട്ട് ആരെയാ തോന്നിയിട്ടുള്ളത് ഇതുവരെ? വാക്ചാതുര്യമുള്ള ഒരാളായിട്ട് അങ്ങനെ എനിക്ക് ആരും തോന്നിയിട്ടില്ല, ടു ബി ഹോണസ്റ്റ്. ഐ മീൻ ഞങ്ങള് സീസൺ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആരും ഇല്ല. അവിടെ എല്ലാരും ഓരോന്നും ഇങ്ങനെ ഇറക്കായിരുന്നല്ലോ, അങ്ങനെ ഇല്ല. പിന്നെയും രേണുസുതി ആണെങ്കിൽ പോലും അവരുടെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊന്നും അത്രയും അവിടെ കൊടുത്തിട്ടില്ല. ബിക്കോസ് ഓൾറെഡി പീപ്പിൾ നോ ദാറ്റ്. ഷാരിക ചേച്ചിയുടെ ഗെയിമിനെ പറ്റി എന്താ തോന്നുന്നത്? ലൈക്ക് നല്ലൊരു ഗെയിമർ ആണോ? കാരണം പുറത്ത് വെച്ചിട്ട് അത്രയും ഒരുപാട് കോൺട്രവേഴ്സീസ്, ഒരുപാട് ഹോട്ട് സീറ്റ് ഇന്റർവ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ലൈക്ക് നമ്മളാണെങ്കിൽ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം പിന്നെ വേറൊരു കാര്യം, അവരത് അവിടെ ട്രൈ ചെയ്തില്ല എന്ന് ഒരിക്കലും പറയില്ല. ബിക്കോസ് ആര്യന്റെ കൂടെ ഇരുന്നിട്ട് ഒരു കോൺവെർസേഷൻ ദേ ട്രൈഡ് ദർ. ഓക്കെ, എന്താ പറയാ, ഹോട്ട് സീറ്റ് വിത്ത്
ആ ഒരു ആളെ പേരെന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അവർ ചോദിക്കുന്നത് നീ ഇതുവരെ ഏത് സിനിമയിലാന്നുള്ളത് അങ്ങനെ അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ആക്ച്വലി ഇറ്റ് വാസ് എ റോങ് ക്വസ്റ്റ്യനിങ്. കാരണം നമ്മളിപ്പോ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ദാറ്റ് ഡസൻ മീൻസ് നമ്മൾ അപ്പൊ തന്നെ പോപ്പുലർ ആവുന്നത്. ഭയങ്കര റോങ് സ്റ്റേറ്റ്. അതായത് നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂവർ ആയ ശേഷം നിന്നെ എവിടെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻസൾട്ടിങ് അസ് ഇൻ ഫ്രണ്ട് ഓഫ് ലോട്ട് ഓഫ് പീപ്പിൾ, റൈറ്റ്? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അവരവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് അത്രത്തോളം പുറത്ത് കത്തിയില്ല എന്നേ ഉള്ളൂ. അവര് ചെയ്യാഞ്ഞിട്ടല്ല, സിമിലർ 2-3 ആളുകളെ കൂടെ സംസാരിക്കുന്ന സമയത്തും ഇങ്ങനെ അവര് എന്താ ഇത് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ട്. ബട്ട് അവർക്ക് ഓപ്പോസിറ്റ് ആ ഒരു ഇത് കിട്ടാൻ അല്ലെങ്കിൽ അണഞ്ഞു പോകുന്നോണ്ട് ഒരു നനഞ്ഞ പടക്കം വേണേ പറയാം. ഈ അഭിലാഷിന്റെ ഒരു അഗ്രസീവ്നെസ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഒച്ച ഉയർത്തി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, അത് അൺവാണ്ടഡ് ആണെന്നാണോ തോന്നുന്നത്? ഡെഫിനറ്റ്ലി അൺവാണ്ടഡ് ആണ്. അതായത് ബിബിയില് ഒച്ച ഉയർത്തത് എന്നല്ല ഞാൻ പറഞ്ഞ, ഒച്ച ഉയർത്തണം. എന്തിനാ ഒരു ഒച്ച ഉയർത്തപ്പോ? ഷാനവാസ് എന്താ തലവേദന ജസ്റ്റ് അഭിനയിച്ചാ പറഞ്ഞ അതിനൊക്കെ എത്ര ഒച്ചയുടെ ആവശ്യമുണ്ടോ? രേണുസുതയില്ലേ തലവേദന? ഷാനവാസിന് തലവേദന ഉണ്ടെന്നും ക്യാപ്റ്റനോട് പറഞ്ഞിട്ട് അത് ക്യാപ്റ്റൻ എന്താ പറയാ അവൻ അങ്ങനെ എന്താ പ്രിറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞതിനാണ് ഇവൻ വന്നിട്ട് പെർഫോം ചെയ്യുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലും ഇവര് പ്രോപ്പർ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് തോന്നിയ ആരെങ്കിലും ഇപ്പൊ ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ? എനിക്ക് പിന്നെയും ഗിസേലിനാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ബട്ട് എന്താ അറിയില്ല, ആര്യനാണ് എല്ലാ ടാസ്കുകളിലും ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോകുന്നത്. ബട്ട് ബീബിന്റെ പണി വെച്ച് നോക്കുമ്പം കിട്ടുന്നത് അനീഷിനുമാണ്. ഇങ്ങനെ എന്തൊക്കെയാണത്? ഈ പണിപ്പുര കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് ഈ സീസണിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പണിപ്പുര കൺസെപ്റ്റ് എങ്ങനെയാ, അത് ഫ്രഷ് ആണോ, എന്താ അതിനെ പറ്റി? സിമിലർ ആയിട്ട് ഞാൻ ബിബിയിൽ ലൈക് ഹിന്ദി സീസണിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് നടക്കില്ലെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇവർ ഈ സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഹിന്ദിയിൽ ഒരു സീസണിൽ ഉണ്ടായിരുന്നു. എന്താ പറയാ, ഈ ഒരു സാധനം കൊടുത്താൽ അതായത് ഒന്നെങ്കിൽ ബേൺ ചെയ്താലോ, ഐ മീൻ അങ്ങനെ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് അത് ഒഴിവാക്കിയാലാണ് നിങ്ങൾക്ക് റേഷൻ കിട്ടുക എന്നൊരു കൈൻഡ് ഓഫ് ടാസ്ക് ഹിന്ദി സീസണിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സിമിലർ വേർഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നടക്കോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതുവരെ ഒരു സീസണിലും ഇതിന്റെ ഫേവറേറ്റ് സാധനം പറഞ്ഞൊരു സാധനങ്ങൾ ഇങ്ങനെ അത് കൊണ്ടുപോയിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ റേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പോയത്. സിമിലർ കണ്ടിട്ടുണ്ട്. അതന്നെയാണോ ഇനി അവര് മാറ്റോ? ഈ സീസണിലെ ഏറ്റവും കണ്ടന്റ് കൊടുക്കുന്ന ഒരാളായിട്ട് ആരെയാ ഫീൽ ചെയ്തിട്ടുള്ളത്? വേണു ആൻഡ് അനീഷ്. ഈ ഇപ്പത്തെ സീസണിനെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇതിന്റെ ഒരു അവസാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഡെസ്റ്റിനി ഷോണിന് തന്നെ പവർ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ചിലപ്പോ എന്റെ മൈൻഡ് മാറുമെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ബിഗ് ബോസ് തന്നെ പറയും. അതൊരു പുതുമയായിട്ട് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഈ സീസണിൽ ബിഗ് ബോസ് നന്നായി കളിക്കുന്നുണ്ട്. ഇവിടെ കണ്ടസ്റ്റൻസ് ഒന്നും ചെയ്യുന്നില്ല, ബിഗ് ബോസ് ആണ് കളിക്കുന്നത്. അത് രസമുണ്ട്. കാരണം എന്താ ആലോചിക്ക്, ഇപ്പം എല്ലാം പോട്ടപ്പോ ഒരിക്കലും അവര് വിചാരിച്ചില്ല അനീഷ് ക്യാപ്റ്റൻ ആവുന്നത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആൻഡ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിൽ ദേ ആർ പ്രിറ്റൻഡിങ് ലൈക്ക് ഓക്കെ എന്ന് അവർ പ്രിറ്റൻഡ് ചെയ്യാണ്. ബട്ട് അവർക്ക് അത് പറ്റുന്നില്ലായിരുന്നു. കാരണം ഒരിക്കലും ആ ആൾ ആവരുതെന്ന് വിചാരിച്ചെടുത്തിട്ട് ബിഗ് ബോസ് എന്താ ചെയ്തത്, എന്നാ അവരാവട്ടെ, നിങ്ങൾ അനുഭവിക്കുക. ഇതാണ്. അപ്പം ബിഗ് ബോസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. ഈ ഉറങ്ങുന്ന ആളെ എടുത്തിട്ട് ഡേഞ്ചർ സോൺ വെച്ച് കഴിഞ്ഞാൽ അയാൾ എവിക്റ്റ് ആവുന്നുള്ള പ്ലാൻ ഉണ്ടല്ലോ, അത് എന്തെങ്കിലും രീതിയിൽ വർക്ക് ഔട്ട് ആവുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിൽ ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഉറക്കൊക്കെ പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. എങ്ങനെയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റോ അത് ട്രൈ ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സീസണിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക, കാരണം മേക്കപ്പ് സാധനങ്ങളൊന്നും കൊടുക്കാണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ ഒരു ബിഗ് ബോസിന്റെ ഒരു നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നു. അത് ഇത്ര വിസിബിൾ അല്ലെങ്കിലും ഞങ്ങളെ സീസണിലാണെങ്കിലും ഈ ഓരോ സാധനങ്ങൾ ഞങ്ങൾക്ക് അയക്കല് അപ്പപ്പ തരാറില്ല. അതോടെ പിടിച്ചേക്കും 2 ആഴ്ച. ഈവൻ ഞാനൊക്കെ അർജുന്റെ ഡ്രസ്സൊക്കെ എത്രയോ തവണ ഇട്ടിട്ടുണ്ട്. അവന്റെ ഷർട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് സാധനങ്ങൾ കിട്ടില്ല. ബട്ട് ഞാൻ തിരിച്ചു വന്നപ്പം എന്റെ വീട്ടിൽ നിന്ന് ഇത്രയും സാധനം കൊടുത്തയച്ചത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അത് അവരത് പിടിച്ചു വെക്കാം. അപ്പൊ നമുക്ക് കിട്ടാതാകുമ്പോ നമുക്ക് എന്താ ഫീൽ ചെയ്യാറിയോ? എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് കിട്ടാതാകുമ്പോൾ അയ്യോ പുറത്ത് പ്രശ്നമായോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ വീട്ടുകാർ നമ്മളോട് നമ്മളെന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടില്ലേ, ഇനി വീട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ ആയോ, അങ്ങനെ നമ്മൾ ആലോചിച്ച് കൂട്ടും. നന്നായിട്ട് ഓവർ തിങ്കിങ്. ബിക്കോസ് നമ്മളെ കയ്യിൽ ഫോണില്ല. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാല്, ഈവൻ ഇഫ് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് അവരോട് നല്ലൊരു ഫ്രണ്ട്ലി രീതിയിൽ സംസാരിച്ചാൽ പോലും അതെന്തായിട്ടാ പ്രിറ്റൻഡ് ആവാ പുറത്ത്, അതൊരു ഗെയിമാണ്. ഇനി അവർക്ക് പോലും ഫീൽ ചെയ്യണ്ട ഇത് ഇവന്റെ ഗെയിമാണ്.
അവിടെ ഒരു ട്രൂ റിലേഷൻ ബിൽഡ് ആവുന്നില്ല, പ്രിറ്റൻഡിങ് ആണ്. പക്ഷെ നിങ്ങളുടെ സീസണിൽ പക്ഷെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല അങ്ങനെ ഇല്ലായിരുന്നു. ബട്ട് അതാ ഇത്തവണ ബിഗ് ബോസ് കളിക്കുന്നുണ്ട്, അവര് കളിക്കുന്നില്ല, ബിഗ് ബോസ് കളിക്കുന്നുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ കോണ്ടസ്റ്റന്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. അവർക്ക് ഈ കോണ്ടന്റിനെ പറ്റി കൃത്യമായിട്ട് ധാരണയുള്ള ആളുകളാണ്. അതെ. പക്ഷെ അവരിൽ ആ പൊട്ടൻഷ്യൽ കാണാൻ പറ്റുന്നുണ്ടോ? സോഫാർ എനിക്ക് തോന്നുന്നു നമ്മള് ഇൻസ്റ്റഗ്രാമില് കൂടുതൽ കോണ്ടന്റ് കൊടുത്തോണ്ടാണ്, അല്ലെ കോണ്ടന്റിനുള്ള ഇടയ്ക്കിടയ്ക്ക് തഗ് ഇടാന്നല്ലാതെ അവര് വലിയ വലിയ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയൊരു കോൺവെർസേഷനിലേക്കോ അതിലേക്ക് പോയിട്ടില്ല. ബട്ട് ഇൻസ്റ്റഗ്രാം ക്ലിപ്സിന് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുക്കുക, അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കലാഭവൻ, സരിക, ഒനീൽ അവരുടെ ഗെയിം പാറ്റേൺ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എന്തായിരിക്കും തോന്നുന്നത്? സോഫാർ ഇവരുടേതും ഞാൻ അധികം ഒന്നും കാണുന്നില്ല. നമ്മൾ കണ്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഓക്കെ ഇതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും കിട്ടുന്നില്ല. നിലവിൽ നോറ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അൺഎൻഗേജിങ് ആയിട്ടുള്ള ഒരു സീസൺ ആയിട്ടാണ് ഇതുവരെയും തോന്നിയിട്ടുള്ളത്. ഇത് എന്റർടൈനിങ് ആവണമെങ്കിൽ ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡിലേക്ക് വേണ്ടി വരുന്നതാണോ ഫീൽ ചെയ്യുന്നത്? അത്ര പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ എപ്പിസോഡിൽ ആര് എവിക്ട് ആവുന്നുണ്ട്, ഇനി ലാലേട്ടന്റെ ഗെയിം എന്താ? ഇപ്പൊ നമ്മള് പ്രൊമോയിൽ എന്താണ് ലാലേട്ടനോട് സേഫ് കളിക്കരുതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ടൻ വന്ന് എന്താ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സീസണിലാണെങ്കിൽ ബിഗ് ബോസിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടായില്ല. മേ ബി അവിടെ കൂടുതൽ കോൺവെർസേഷൻ ഞാൻ ബിഗ് ബോസ് ഡേറ്റ് ചെയ്തോണ്ടാണോ അറിയില്ല, എനിക്ക് സൗണ്ട് അങ്ങോട്ട് കൺവിൻസിങ് ആയിരുന്നില്ല എനിക്ക് കേട്ടോ. കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല. ഇല്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര കോമഡി ആയിട്ടോ, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് കൂടി സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. സെയിം ആള് തന്നെയല്ലേ ചെയ്യുന്നത്. എന്റെ മോഡുലേഷൻ ആണ് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളത്. മോഡുലേഷനിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് പൗട്ട് കഴുകുന്നതിന്റെ ആണോന്ന് അറിയില്ല. ആ ഒരു ഘനഗാംഭീര്യം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു കുറെ സാധ്യതകളുണ്ട്, പക്ഷെ ആ പൊട്ടൻഷ്യലിനനുസരിച്ച് ഇതുവരെയും ഉയരാത്തൊരു സീസൺ ആയിട്ടാണ് ഇതുവരെയും മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എലിമിനേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നത് മുൻഷി രഞ്ജിത്ത് അല്ലാതെ വേറെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നെവിൻ, മറ്റേ ശൈത്യ, ഇവരെ 3 പേരിൽ ആരെങ്കിലും ഒരാളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടറിഞ്ഞ് കാണാം. എന്തായാലും ഇനി അടുത്തടുത്ത എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. കുറച്ചുകൂടി പൊട്ടൻഷ്യലും കുറച്ചുകൂടി പൊട്ടിത്തെറിയും ഉണ്ടാകുന്ന എപ്പിസോഡുകൾ വരും എന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ ഒരുപാട് നന്ദി. അടുത്തൊരു റിവ്യൂവും അടുത്തൊരു അനാലിസിസ് വീഡിയോയിലും കണ്ടുമുട്ടാം. ഓക്കെ.